പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യുവാക്കൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് വിജയിക്കാൻ സാധിക്കും. അതിലൊന്ന്, ഇൽമു പഠിക്കണം, അറിവ് നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹദീസിലൂടെ എല്ലാ വിജ്ഞാനങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കാനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വൽ ഹിൽമു ബിത്തഹല്ലും. പഠിച്ച് അറിവ് നേടുക, അധ്വാനിച്ച് പക്വത നേടുക. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽം വയസ്ബുതൽ ജഹൽ. ഇൽമു ഉയർത്തപ്പെടും, ജഹാലത്ത് വ്യാപിക്കും. ജഹാലത്ത് വ്യാപിച്ചാൽ തിന്മയും വ്യാപിക്കും. അതിനുശേഷം പറഞ്ഞതൊക്കെ ജഹാലത്തിന്റെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അറിവ് നേടുക, എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, ധാർമ്മികത കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നത്, അഥവാ തോന്നിവാസങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് പോകാത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ നിലക്കുള്ള ഇഫ്ഫത്ത് നൽകുന്നതാണ്, ചാരിത്രം നൽകുന്നതാണ്, നല്ല സംസ്കാരം നൽകുന്നതാണ്. കാരണം യുവാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വേഗം കല്യാണം കഴിച്ച് നിങ്ങളുടെ ധാർമ്മികതയെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. യുവാക്കളെ, കഴിവുള്ളവർ വേഗം കല്യാണം കഴിക്കണം. അതാണ് നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾക്കും നിങ്ങളുടെ കണ്ണിനും നല്ലത്. അധർമ്മത്തിന്റെ ലോകമാണിത്, തിന്മയുടെ ലോകമാണ്. എവിടെ നോക്കിയാലും തോന്നിവാസങ്ങളാണ്. രക്ഷപ്പെടണോ? കല്യാണം കഴിക്കുക. എന്നിട്ട് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതല്ലാത്തതിലേക്ക് പോവാതിരിക്കുക. എങ്കിലേ ഇന്നത്തെ യുവാക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മൂന്നാമത്തത്, തൻ്റെ രഹസ്യ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാരോ അവനാണ് യഥാർത്ഥ മുത്തഖി. ശ്രദ്ധിക്കുക, ഇന്നും മനുഷ്യർക്ക് രഹസ്യമായ സമയങ്ങളും സന്ദർഭങ്ങളും എമ്പാടുമാണ്. മൊബൈൽ ഫോണും ഒരു വ്യക്തിയും മാത്രം മതി അയാളും തിന്മയും ഒറ്റക്കാവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും, രാത്രി ഖിയാമുൽ ലൈൽ വരെ നമസ്കരിച്ചവരാണ്, മറ്റൊരുപാട് നന്മകൾ ചെയ്തവരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ധൂളികളാക്കി പറത്തിക്കളയും. എന്താണ് കാരണം? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹ. അവരും ഹറാമും ഒറ്റക്കായാൽ ആ ഹറാം അവർ ചെയ്യും. അതാണ് അവരുടെ കുഴപ്പം. എന്ന് പറഞ്ഞാൽ താൻ ഒറ്റക്കായാൽ പിന്നെ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയേ ഇല്ല. ജനങ്ങളുടെ മധ്യത്തിൽ റബ്ബിനെ ഓർക്കുന്നു, എന്നാൽ ഒറ്റക്കാകുമ്പോൾ അള്ളാഹ് എന്ന ചിന്ത പോലും ഇല്ലെങ്കിൽ അമലുകൾ ബാത്തിലായി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുക. നാലാമത്തത്, അലസതയും മടിയും ഒഴിവാക്കി പ്രവർത്തിക്കാൻ രംഗത്ത് വരൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരാളെ കാണുന്നത് ഞാൻ വെറുക്കുന്നു. എങ്ങനെ? അയാൾ വെറുതെ ഇരിക്കുകയാണ്. ഒന്നെങ്കിൽ ദീനിന്റെ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യം ചെയ്യുക. രണ്ടുമില്ലാതെ സമയം വേസ്റ്റാക്കുന്നവരെ ഞാൻ വെറുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തത്, അള്ളാഹു എപ്രകാരമാണോ നിങ്ങൾക്ക് ഇഹ്സാൻ ചെയ്തത്, തിരിച്ച് റഹ്മാനായ റബ്ബിനും ഇഹ്സാൻ ചെയ്യുക. എങ്ങനെയാണത്? കറകളഞ്ഞ ഇബാദത്ത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നാട്ടുകാർക്കും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക.